Hello everyone, welcome to Mehars kitchen. ഇന്ന് നമുക്ക് ആലു മട്ടർ റെസിപ്പി നോക്കാം. ആലു മട്ടർ എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോവും ഗ്രീൻ പീസൊക്കെ കൂടിയിട്ട് ഒരു നല്ല അടിപൊളി കട്ടിയുള്ള ഒരു കറിയാണിത്. ഇത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ല പറ്റിയ ഡിഷാണ്. നല്ല ടേസ്റ്റുമാണ്, സിമ്പിളുമാണ് ഉണ്ടാക്കാൻ, പിന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം മമ്മിയോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് നമുക്ക് ഗ്രീൻ പീസാണ്. 1.5 കപ്പ് ഗ്രീൻ പീസാണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നിങ്ങൾക്ക് ഫ്രഷ് ഗ്രീൻ പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 പൊട്ടാറ്റോ എടുത്തിട്ട് ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം. ഇതുപോലെ മീഡിയം സൈസ് തക്കാളി, 1/4 കപ്പ് മല്ലിയില, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ ആവശ്യമുള്ളത് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 3-4 ഏലക്ക, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ്, പിന്നെ 1 ടീസ്പൂൺ സാദാ ചില്ലിപ്പൊടി, നോർമൽ ചില്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ എരിവും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ആലു മട്ടർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഷോർട്ട് കട്ട് പണിയാണ്. ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. ഇത് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ജീരകവും ജിഞ്ചർ ഗാർലിക്കും മാറ്റി വെക്കാം. പിന്നെ ഈ 3 സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിലേക്ക് ജീരകവും കാർഡമം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് സോഫ്റ്റും ട്രാൻസ്ലൂസൻറ്റ് ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു ചെറിയൊരു ഗോൾഡൻ കളറാണ് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമുളക് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഗ്യാസിൻ്റെ തീ നന്നായിട്ട് ലോ ആക്കിയിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ലോ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ കരിയും. അപ്പോൾ മസാല നന്നായിട്ട് 2-3 മിനിറ്റ് എണ്ണയൊക്കെ പുറത്ത് തെളിയുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ പുറത്തേലാൻ തുടങ്ങി 2-3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി, മല്ലിയിലയും പച്ചമുളകും അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൻ്റെ തീ വീണ്ടും മീഡിയമിലേക്ക് ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ പുറത്ത് തെളിയുന്ന വരെ നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇങ്ങനെ വേണം ആവാൻ. ഒരു 5-6 മിനിറ്റ് എടുത്തു ഇങ്ങനെ ആവാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാം, ഉരുളക്കിഴങ്ങ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് 2 മിനിറ്റ് മസാല മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് മസാലയുടെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് ഞങ്ങൾ നന്നായിട്ടിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ പാകമാക്കിയെടുക്കാം. ഉപ്പ് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പൊക്കെ ശരിയാക്കിയെടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ട് പൊട്ടാറ്റോ ഒക്കെ വേവണ വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡിയാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ പുറത്ത് തെളിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ,
പൊട്ടാറ്റോ ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഗ്രേവിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിനെ കൺസിസ്റ്റൻസി അങ്ങനെ ആക്കാം. കട്ടി വേണമെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. നമുക്കിത്ര മതി. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആലു മട്ടർ എന്നാണ് ഇതിന് പറയുക. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം, എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.